നമസ്കാരം. ക്ലാസിക് ഫിലിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയം ഒരു വനിത അല്ലെങ്കിൽ സ്ത്രീ ഗർഭധാരണത്തിന് തയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ ഗർഭം ധരിക്കുമ്പോൾ അനുവർത്തിക്കേണ്ട പ്രധാന പ്രോട്ടോക്കോളുകളെക്കുറിച്ചാണ്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്കും ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിജയകുമാരി ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ പ്രസവാനന്തരം ഒരു അമ്മയും കുഞ്ഞും അനുവർത്തിക്കേണ്ട ശാസ്ത്രീയമായ പ്രോട്ടോക്കോളുകളെക്കുറിച്ചാണ്. അതായത് കുഞ്ഞിനെ പരിചരിക്കേണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കുത്തിവയ്പ്പുകളാണ് എടുക്കേണ്ടത്, അമ്മയുടെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയായിരിക്കണം, പഴയകാലത്തെ പോലെയുള്ള വേദുകുളിയും എണ്ണയും കുഴമ്പും ലേഹ്യവുമൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടറെ നേരിട്ട് വിളിക്കുകയോ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുകയോ ചെയ്യാം. ഡോക്ടറുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ KT ശിവാനന്ദ് നാരങ്ങാനം. ഇനി വീഡിയോ കണ്ടു നോക്കാം. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടു, കൃത്യമായ അളവിൽ ഡോക്ടറെ കണ്ട് ചികിത്സ നേടി ചെക്കപ്പൊക്കെ ചെയ്യുകയും വേണ്ട ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്യുകയും എല്ലാം ചെയ്തു. ലാസ്റ്റ് ഭാഗമായി നിങ്ങൾക്ക് 37-38 ആഴ്ചയായി ഡോക്ടർ പരിശോധനയും കഴിഞ്ഞ് നിങ്ങളുടെ രോഗസ്ഥിതി അല്ലെങ്കിൽ നിങ്ങളുടെ നോർമലാണോ അല്ലയോ എന്നുള്ള അനുസരിച്ച് ആ ഡോക്ടർക്കേ അറിയത്തുള്ളത്. നിങ്ങൾക്കിപ്പം പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, പ്ലാസൻ്റെ താഴെയാണോ, പ്രീവിയസ് സിസേറിയൻ ആണോ, അതല്ല നോർമലാണോ, അതനുസരിച്ച് ഡോക്ടർ പറയും നിങ്ങൾ ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആവണം. അപ്പോൾ ആ ദിവസം നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അഡ്മിറ്റ് ആകും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് വരേണ്ട ഒരാവശ്യവുമില്ല. അത് ചിലപ്പോൾ കള്ളന്മാരോ അല്ലെങ്കിൽ വേറെ പേഷ്യൻസോ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. ലേബർ റൂമിൽ കയറുമ്പോൾ നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇടത്തില്ല, ലേബർ റൂമിലും അതെ തിയേറ്ററിലും അതെ. അതുകൊണ്ട് ആ വക കാര്യങ്ങളൊക്കെ വീട്ടിൽ ഊരി വെച്ചിട്ട് വേണം ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. തുണിയായാലും ഫ്ലാസ്ക് ആയാലും സോപ്പ്, അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. പിന്നെ കൂട്ടിരിപ്പുകാർ ഒരുപാട് പേര് വരാതിരിക്കുന്നതാണ് നല്ലത്. അതും ഇന്നത്തെ ഈ കാലത്ത് കൊറോണയൊക്കെ ഉണ്ടായ കാലങ്ങളല്ലേ. അതുകൊണ്ട് വളരെ കുറച്ച് ബൈസ്റ്റാൻഡേഴ്സ് മതി. അത്യാവശ്യമുള്ള അമ്മയോ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയോ അങ്ങനെ വളരെ ചുരുക്കം പേര് മാത്രം കൂടെ നിന്നാൽ മതി. പിന്നെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അനുസരിച്ച് ഒരു ബ്ലഡിൻ്റെ ഡോണറെ നിങ്ങൾ എപ്പോഴും കണ്ടുവെക്കണം. ഒരാൾ പ്രസവിക്കുകയോ അഥവാ സിസേറിയൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് പെട്ടെന്നൊരു ബ്ലഡിൻ്റെ ആവശ്യം വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഒരു ഡോക്ടർക്കും പറ്റത്തില്ല. ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത്, അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞിട്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് പറയുവാണ് നിങ്ങൾ ബ്ലഡ് കൊണ്ടുവരൂപ്പി. അപ്പം നേരത്തെ നോക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് അത്യാവശ്യമായിട്ട് എല്ലാ രോഗികളും എല്ലാ ഗർഭിണികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചുള്ള ഗ്രൂപ്പ് ഉള്ള ആളെ ചേർത്ത് വെക്കണം, ക്രോസ് മാച്ച് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ളവർ. നെഗറ്റീവ് ഇപ്പം വൈഫ് നെഗറ്റീവും ഹസ്ബൻഡ് പോസിറ്റീവ് ആണെങ്കിൽ അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ഒരു പക്ഷേ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം. അങ്ങനെ വരുവാണെങ്കിൽ കുഞ്ഞ് അമ്മയെപ്പോലെ നെഗറ്റീവായ പ്രശ്നമൊന്നുമില്ല. കുഞ്ഞ് പോസിറ്റീവ് ആകുവാണെങ്കിൽ ഒരു അമ്മയ്ക്കൊരു ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും പ്രസവം കഴിഞ്ഞ് 48 മണിക്കൂറിനകം. അതിന് ഒരു 10,000-4,000 രൂപ വിലയാവുന്നതുമാണ്. അതെല്ലാം കരുതിയിരിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല എന്നൊന്നുള്ള ഇത് വരരുത്. അതുപോലെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മിക്കവാറും പേർക്ക് ഭയങ്കര പേടിയാണ്. പ്രസവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ കാര്യമാണ്, ഭയങ്കര പേടിയായിട്ടാണ് എല്ലാവരും വരുന്നത്. അങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പം ലോകത്ത് എത്രയോ പേര് ഒരു ദിവസം പ്രസവിക്കുന്നു. എല്ലാവരും പ്രസവിച്ച് കഴിഞ്ഞ് സുഖമായിട്ട് വീട്ടിൽ പോകുന്നു. അതിനകത്തൊന്നും കാര്യങ്ങളില്ല. അപ്പം ഒന്നീ പ്രസവം നടക്കും. പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ഇപ്പം സിസേറിയൻ ചെയ്യും. ഇന്നത്തെ നൂതന രീതിയിൽ സിസേറിയൻ ചെയ്യാൻ എളുപ്പമാണ്, ഒരു പ്രയാസമില്ല. അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഒരു സിസേറിയൻ ചെയ്യും. അപ്പോൾ നമ്മളിപ്പം ഉദാഹരണത്തിന് നിങ്ങൾ പ്രസവവേദന വന്നു, നല്ല വേദനയാണ്, ഇങ്ങനെ പ്രസവിക്കാറായി പകുതി വരെ വന്നു, പക്ഷേ പെട്ടെന്ന് കുഞ്ഞകത്ത് കിടന്ന് അപ്പിയിട്ടു. കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് സാധാരണ നോർമൽ ഹാർട്ട് റേറ്റ് 140 കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ്.
അപ്പോൾ അത് 180, 200 പോകാൻ ചിലപ്പം താഴെ 90, 80 അങ്ങനെ കുറയാം. അങ്ങനെ കൂടുകയോ കുറയുകയോ ചെയ്താൽ നമുക്ക് പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്യും. അപ്പോൾ അതിനുള്ള എല്ലാ മാനസികമായ കാര്യങ്ങളും നിങ്ങൾ തയ്യാറെടുത്ത് വേണം വരാൻ ഹോസ്പിറ്റലിൽ, പേരൻസ് ആയാലും ഹസ്ബൻഡായാലും എല്ലാവരും. പിന്നെ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കുഞ്ഞിന് ഈ സാധാരണ ചിലരൊക്കെ ഉണ്ട് തേൻ കൊടുക്കുക, സ്വർണ്ണം അരച്ച് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മുലപ്പാൽ തന്നെ കൊടുക്കണം. കൊളസ്ട്രോൾ എന്നാണ് അതിന് പറയുന്നത്. ഈ അമ്മയുടെ പാല് ശരിക്കുള്ള പാലായിരിക്കത്തില്ല, മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവക വരുന്നത്, അത് കുഞ്ഞിന് കൊടുത്തിരിക്കണം. ആദ്യമായിട്ട് ആ പാലേ കൊടുക്കാവൂ. അത് കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടിയെ അത് കഴിഞ്ഞിട്ടായാലും ആവശ്യാനുസരണം മുല കൊടുക്കാൻ ആരും മടി കാണിക്കരുത്. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക അല്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് കിടക്കുക, അമ്മയെ എടുത്തുകൊണ്ട് പോകും, സിസ്റ്റർമാരെ കൊടുക്കുക, പാല് കൊടുക്കുക, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അമ്മയുടെ കടമയാണ് കുഞ്ഞിന് മുലയൂട്ടുക എന്നുള്ളത്. അത് നമ്മൾ ആ പരിചരണം ആദ്യത്തെ കുറച്ച് ദിവസം അമ്മയും കുഞ്ഞുങ്ങളായിട്ടുള്ള ആ ബോണ്ടിങ് വരുന്നിടം വരെ ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം. പുതിയൊരു ആളല്ലേ, ഒരു ആദ്യത്തെ ഡെലിവറിയാണ്, അപ്പോൾ അവർക്ക് പ്രയാസമാവും. ഇപ്പോൾ കുഞ്ഞിനെ പിടിക്കേണ്ട രീതി എങ്ങനെയാണ്, കുഞ്ഞിന് മുല കൊടുക്കേണ്ട രീതി എങ്ങനെയാണ്, എത്ര സമയം ഇൻ്റർവ്യൂവിൽ കൊടുക്കണം, അതെല്ലാം ഡോക്ടറോ സിസ്റ്റർമാരോ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ ഡിമാൻഡ് ഫീഡിങ് എന്ന് വെച്ചാൽ കുഞ്ഞ് കരയുന്നതനുസരിച്ച് പാല് കൊടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു 1 hour 2 hour ഇൻ്റർവെല്ലിൽ പാല് കൊടുക്കണം, അത് നല്ലതാണ്. പിന്നെ പാല് കൊടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ തോളത്തിട്ട് ബർപ്പിങ് എന്ന് പറയും, ഗ്യാസ് കളയണം. ഇല്ലെങ്കിൽ കുഞ്ഞിന് ഏമ്പക്കം പോകണം. ബർപ്പിങ്ങനെ തോളത്തിട്ട് തട്ടുമ്പോൾ പുറത്ത്, കുഞ്ഞിൻ്റെ പുറത്ത് നമ്മൾ തോളത്തോട്ട് കുഞ്ഞിനെ ഇട്ടിട്ട് പുറത്ത് തട്ടുമ്പം ഗ്യാസ് പോവും, ഏമ്പക്കം പോവും. എന്നാലേ കുഞ്ഞിന് ഇത് ഒരു സുഖം വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ പാല് കൊടുത്ത് വെറുതെ കിടത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് ഉമിക്കുകയും ഛർദ്ദിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ജനിച്ച ഉടനെ കുട്ടിക്ക് നമ്മൾ BCG ഇഞ്ചക്ഷൻ കൊടുക്കും, പിന്നെ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർമാർ പറയും, കേൾവി ശക്തി പരിശോധിക്കുന്ന ടെസ്റ്റുകളുണ്ട്, പിന്നെ അടുത്ത ഡോസ് എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതൊക്കെ ഡോക്ടർമാർ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയാലും, ഇപ്പം ഡെലിവറി ആണെങ്കിലും നമുക്ക് എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞൊരു സ്റ്റിച്ച് ഇടും. അവിടെ സ്റ്റിച്ച് ഇട്ടിട്ട് എന്നിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചൊക്കെ കഴിയണമെങ്കിൽ ചിലപ്പം 2-3 ആഴ്ച എടുക്കും. അപ്പോൾ ആ ഊണ്ടൊക്കെ ക്ലീനായിട്ട് ശ്രദ്ധിക്കുക. നീറ്റ്നെസ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക, ചൂടുവെള്ളം ഉപ്പ് ഉപയോഗിച്ച് കഴുകുക, ഉപ്പിട്ട ചൂടുവെള്ളം കൊണ്ട് കഴുകുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വേദന കുറഞ്ഞിരിക്കും. പിന്നെ ഡോക്ടർമാർ എഴുതി തന്നിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും ഓയിൻമെൻറ്റ് പുരട്ടുകയും ചെയ്യുക. വൃത്തിയായ തുണിയൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്തോന്ന് വെച്ചാൽ, ഒന്ന് മുലപ്പാൽ കുറഞ്ഞു പോകും വെള്ളം കുടിച്ചില്ലെങ്കിൽ. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, വയറ്റിൽ നിന്ന് മല മുറുകി പോകാൻ ഇടവരും. അതുപോലെ മൂന്നാമത്തെ കാര്യം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരും, മൂത്രത്തിപ്പഴുപ്പുണ്ടാകും. വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം. പാൽ ഇഷ്ടം പോലെ ആകും, മൂത്രത്തിപ്പഴുപ്പ് ഉണ്ടാകത്തില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എല്ലാവരും, പഴയ കാലത്ത് അമ്മമാരൊക്കെ ചിലപ്പം പറയും വെള്ളം കുടിക്കരുത്, വയറ് ചാടും. അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. എന്ത് വെള്ളം വേണേലും കുടിക്കാം. ചൂടുവെള്ളമോ പച്ചവെള്ളമോ കരിഞ്ഞാലി വെള്ളം, ജീരകവെള്ളം, കഞ്ഞിവെള്ളം, എന്ത് വെള്ളം വേണമെങ്കിലും കുടിക്കാം. പിന്നെ നമ്മൾ ഗർഭസമയത്ത് ഒരു ചിലപ്പോൾ ഷുഗറിൻ്റെ ഗുളിക, പ്രഷറിൻ്റെ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന രോഗികളാകാം. അപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. അത് ഡോക്ടർമാർ നിങ്ങളുടെ BPയും ഷുഗറും തൈറോയിഡും ഒക്കെ ചെക്ക് ചെയ്തിട്ട് പറയും ഇനി ഭാവിയിൽ കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ചെക്കപ്പിന് വന്നു കഴിയുമ്പോൾ അവർ നോക്കിയിട്ട് തീരുമാനം പറയും കഴിക്കണോ വേണം. അതനുസരിച്ച് വേണം ബാക്കി ഗുളികകളൊക്കെ കഴിക്കാൻ. അപ്പോൾ 6 മാസം വരെ കുഞ്ഞുങ്ങളെ പരിചരിക്കേണ്ട ഒരു ചുമതല അമ്മമാർക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നതുള്ള അമ്മയുടെ കയ്യിലാണ് കൂടുതലും കുഞ്ഞിൻ്റെ പരിരക്ഷയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ നന്നായിട്ട് ഫീഡ് ചെയ്യുക. കുഞ്ഞിന് ആദ്യത്തെ 2-3 ആഴ്ച വെയിറ്റ് കുറയും. അങ്ങനെയാണ്. ഇപ്പോൾ 3 കിലോ ഉള്ള കുട്ടിക്ക് ചിലപ്പോൾ 2.5 കിലോ വരെ വരാം, കുറഞ്ഞു പോകാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസവും 30 ഗ്രാം വീതം കൂടണമെന്നാണ്. വെയിറ്റ് കൂടി വരും. അങ്ങനെയാണ് അത് കണ്ടുവരുന്നത്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അമ്മമാർക്കറിയാം കുഞ്ഞിന് മൂത്രം പോകുന്നുണ്ടോ, മലം പോകുന്നുണ്ടോ. പാല് നന്നായിട്ട് കിട്ടുന്നൊരു കുട്ടിക്ക് യൂറിൻ നന്നായിട്ട് പോകും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കുഞ്ഞിന് പാൽ ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്നോ, അതുപോലെ മോഷൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ കുട്ടിക്ക് സമയാസമയങ്ങളിൽ ഇമ്മ്യൂണൈസേഷൻസ് കൊടുക്കണം. കുഞ്ഞിനെ നല്ല ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കണം. കുഞ്ഞിനെ കുളിപ്പിക്കുക, തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കും. പണ്ട് കാലത്തൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ അമ്മമാർക്കും ഒക്കെ ഉള്ള ഒരു സ്വഭാവമാണ് ഈ പ്രസവിച്ച് കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് കഷായം, അരിഷ്ടം, ലേഹ്യം എന്നിവ കൊടുക്കണമെന്ന് നിർബന്ധമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് അത്ര കാര്യമായ കാര്യമല്ല. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ചിലർക്ക് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അമ്മമാർക്കും പ്രശ്നങ്ങൾ വരാറുണ്ട്. ആ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ പ്രശ്നം വരാം, ഡയറിയ ഉണ്ടാകാം, കോൺസ്റ്റിപ്പേഷൻ വരാം, വയറ്റിൽ ഗ്യാസ് ഉണ്ടായി കുഞ്ഞിന് എളിവരി കൊള്ളും.
അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ തീരെ നിവൃത്തിയില്ല, അത് മറ്റേ എന്നുള്ളവർക്ക് കുറച്ചൊക്കെ കൊടുക്കാം. ഒരുപാട് ലേഹ്യമൊന്നും കൊടുക്കണം. മിക്ക പീഡിയാട്രിഷ്യന്മാർ ഇക്കാലത്ത് അതൊന്നും കൊടുക്കാൻ നിർബന്ധിക്കുന്നില്ല, കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഈ കുഴമ്പ് എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത് അതിന് കുറ്റമൊന്നുമില്ല. കുഴമ്പ് എണ്ണയൊക്കെ തേച്ച് കുളിക്കാം. ഈ മുറിവുള്ള സ്ഥലങ്ങളിൽ എണ്ണയും കുഴമ്പൊന്നും പറ്റാതിരുന്നാൽ മതി. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രസവം കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത കുട്ടി ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് പല കാര്യങ്ങളുമുണ്ട്. അതിന് കോപ്പർട്ടി ഇടാം, അല്ലെങ്കിൽ തന്നെ വേറെ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഗുളികകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അടുത്ത ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് അടുത്ത കുട്ടിയാകാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ നിയമം. ആ കുഞ്ഞിനെ നമ്മൾ പരിപൂർണ്ണ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കണമെങ്കിൽ അത്രയും സമയം അമ്മയ്ക്കും കൊടുക്കണം. ഇതൊക്കെയാണ് ഒരു ഗർഭിണികളായി കഴിഞ്ഞ് പ്രസവം അടുത്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രസവം കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.